ഒരു വിമാന കമ്പനി പൂർണ്ണമായി തകർന്നു പൂട്ടിക്കിടക്കുന്നു. കടം കോടികൾ. എന്നാൽ ഒരു സാധാരണ യുവാവ് വന്ന് പറയുകയാണ്, നമുക്കിത് വിലക്ക് വാങ്ങാം. വെറും ഒരു തമാശയായി തുടങ്ങിയ ഒരു ടിക്ടോക്ക് വീഡിയോ. എന്നാൽ അടുത്ത 7 ദിവസത്തിനുള്ളിൽ നടന്നത് ലോക ബിസിനസ് ചരിത്രത്തെ പോലും ഞെട്ടിച്ച ഒരു സംഭവമാണ്. 2026 മെയ് മാസം 2-ാം തീയതി അമേരിക്കയിലെ ഏറ്റവും വലിയ ബജറ്റ് എയർലൈനായ സ്പിരിറ്റ് എയർലൈൻസ് തങ്ങളുടെ എല്ലാ സർവീസുകളും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധനവില വർധനവും കാരണം കമ്പനി പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. കോർപ്പറേറ്റ് ഭീമന്മാർ ഈ തകർച്ചയെ നോക്കി നിന്ന സമയത്താണ് ഹണ്ടർ പീറ്റേഴ്സൺ എന്ന ഡിജിറ്റൽ ക്രിയേറ്റർ ഒരു വേറിട്ട ചിന്തയുമായി രംഗത്തെത്തുന്നത്. അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ വിചാരിച്ചാൽ ഈ വിമാന കമ്പനി നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ലേ? ഓരോരുത്തരും ഒരു വിമാന ടിക്കറ്റിൻ്റെ തുക മാത്രം ഇതിനായി മാറ്റിവെച്ചാൽ ഈ കമ്പനി പൊതുജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒന്നായി മാറ്റാം. ഇതായിരുന്നു അവൻ്റെ ആശയം. ഹണ്ടർ ഈ ആശയം പങ്കുവെച്ചുകൊണ്ട് ഒരു ടിക്ടോക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തു. അവൻ പോലും വിചാരിച്ചില്ല ഈ തമാശ ഇത്ര വലിയൊരു തരംഗമാവുമെന്ന്. വീഡിയോ നിമിഷങ്ങൾക്കകം ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. ആളുകൾ ഇതിനെ ഗൗരവമായി എടുത്തു തുടങ്ങി. പ്രതികരണം ശക്തമായതോടെ ഹണ്ടർ പെട്ടെന്ന് തന്നെ letsbuyspiritair.com എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു. ആളുകളോട് പണം നേരിട്ട് അടയ്ക്കാനല്ല, മറിച്ച് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ എത്ര തുക നൽകാൻ തയ്യാറാണ് എന്ന് രേഖപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടത്. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. വെറും ഒരു ആഴ്ചക്കുള്ളിൽ 3,70,000-ത്തിലധികം ആളുകൾ ഇതിൽ പങ്കാളികളായി. അവർ വാഗ്ദാനം ചെയ്ത തുക എത്രയാണെന്ന് അറിയുമോ? $337 മില്യൺ. അതായത് ഏകദേശം 2,800 കോടിയിലധികം ഇന്ത്യൻ രൂപ. ആളുകളുടെ കുത്തൊഴുക്ക് കാരണം വെബ്സൈറ്റിൻ്റെ സെർവർ വരെ തകർന്നുപോയി. വൻകിട കമ്പനികൾ വിപണി കൈയടക്കുന്ന ഈ കാലത്ത് ഒരു സ്പോർട്സ് ക്ലബ്ബായ ഗ്രീൻ ബേ പാക്കേഴ്സിൻ്റെ മാതൃകയിലാണ് ഹണ്ടർ ഈ എയർലൈൻ വിഭാവനം ചെയ്യുന്നത്. അതായത് വലിയൊരു കോർപ്പറേറ്റ് മുതലാളിക്ക് പകരം സാധാരണക്കാരായ യാത്രക്കാരും ജീവനക്കാരും ചേരുന്ന ഒരു സഹകരണ കൂട്ടായ്മ. എത്ര വലിയ തുക നിക്ഷേപിച്ചാലും ഒരാൾക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ രീതി. വിമാന കമ്പനിയുടെ ജീവനക്കാരുടെ യൂണിയനുകൾ പോലും ഈ ജനകീയ നീക്കത്തിന് പിന്തുണയുമായി എത്തിക്കഴിഞ്ഞു. എന്നാൽ കോടികളുടെ കടബാധ്യതയുള്ള ഒരു എയർലൈൻ വാങ്ങാൻ $1.75 ബില്യൺ ആവശ്യമാണ്. നിലവിൽ ഇതൊരു വാഗ്ദാനം മാത്രമാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്കും ചരിത്രപരമായ ഒരു ബിസിനസ് ഏറ്റെടുക്കലിലേക്കും വഴിമാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ശക്തി ഉപയോഗിച്ച് സാധാരണക്കാർക്ക് കോർപ്പറേറ്റ് ലോകത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. ഒരു ടിക്ടോക്ക് ക്രിയേറ്ററുടെ ഈ ക്രേസി ഐഡിയ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ആവേശകരമായ ബിസിനസ് കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ കണ്ടതിന് നന്ദി.